ഹലോ ഹായ് വെൽക്കം ടു രുചി ബൈ ബെൻസു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചെറിയ ചിക്കൻ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനായിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് മസാല വേണം. തക്കോലം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ഇത്രയൊന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ മസാല ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 2 വലിയ സവോള ചോപ്പ് ചെയ്തതാണ്. ഇതിട്ട് കൊടുക്കാം. അതിന് നമുക്ക് ഒരു 4 പച്ചമുളക്, 2 കറിവേപ്പില. നമുക്ക് ആവശ്യമിട്ട് സവാള ഒരുവിധം ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കാം. അത്രയും മതി. ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പം ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫ്ലേവറിന് വേണ്ടി ഒരു ശകലം കൂടി ഇട്ട് കൊടുക്കാം. ഇത് 1/2 കിലോ ചിക്കനാണ്. ചെറിയൊരു കുറുമയാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പെല്ലാം നോക്കി പിന്നെ നമ്മൾ ആവശ്യം പിന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം സിമ്മിലിരിക്കട്ടെ. അപ്പം ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് നേരം മൂടി വെച്ച് സിമ്മിലിട്ട് വേവിക്കാം. നമുക്ക് ഇത്രയും ഒരു 10-12 കാഷ്യൂ നട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് വേവാനുള്ള വെള്ളം ഇതിൽ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഇത് സുഗുണയുടെ ചിക്കനാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി വേവൊന്നുമില്ല. ഇതിന് ചെറിയ ടെൻഡർ ചിക്കനാണ്. അപ്പോൾ നോക്കാം, നമുക്കിത് ഒന്നുകൂടി വേവട്ടെ. ഇപ്പോൾ ചിക്കൻ ഒരു പരുവം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കറങ്ങണ്ടി അരച്ചത് അത് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊന്ന് നോക്കണം. ഇതിലിപ്പോൾ ഒന്നും കുറയാൻ സാധ്യതയില്ല, എന്നാലും ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ശകലം കുരുമുളക് പൊടിയുടെ ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കാം. അല്പം മല്ലിയില, ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണ്, ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ രുചിയേറിയ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.